രാജുവേട്ട, ഞാൻ മടുത്തു. രാജുവേട്ടൻ മുന്നേ വന്നപ്പോ ഞാൻ എല്ലാം പറഞ്ഞതല്ലേ. എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എനിക്കൊരു ജോലി വാങ്ങി തന്നാ മതി. ഇല്ല ദിവ്യേ, അതൊന്നും ശരിയാവില്ല. അങ്ങനെ നിന്നെ എവിടേക്ക് ഒളിച്ചോടാൻ ഞങ്ങൾ അനുവദിക്കില്ല. അമ്മായിയോടും ദീപകിനോടുള്ള വിരോധം കൊണ്ടാണ് ദിവ്യയോട് ഇങ്ങനെ പറയുന്നതെന്ന് ദിവ്യ ചിന്തിക്കരുത്. ദിവ്യയും ഈ കുഞ്ഞു അർഹിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. ദീപക് ഒരു കുഞ്ഞു ജനിക്കാൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ദീപകിന്റെ കുഞ്ഞായി തന്നെ വളരണം. അതാ കുഞ്ഞിന്റെ അവകാശമാണ്. ആ അവകാശം നിഷേധിക്കാൻ ദിവ്യയ്ക്കും കഴിയില്ല. എല്ലാം മറച്ചുവെച്ച നാളെ വളർന്ന് വലുതായി കഴിയുമ്പോ ആ കുഞ്ഞ് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് മുൻപില് ദിവ്യയ്ക്ക് ഉത്തരം നൽകാനോ അപ്പോ വേണോന്ന് തോന്നിയ ദീപകിന്റെ അടുത്തേക്ക് വരാനോ സാധിച്ചെന്ന് വരില്ല. ഈ അവസ്ഥയില് സമയത്തിന് കഴിക്കാൻ ആഹാരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത ആ വീട്ടിൽ ഇനി ദിവ്യയെ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതെ ദിവ്യ, നീ ഇനി ഋതിക മാഡം പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. രാജുവേട്ട, നിങ്ങൾ എന്താ ചെയ്യാൻ പോന്നെ? എനിക്ക് പേടിയാവുന്നു. എന്റെ കുഞ്ഞിനെ. പേടിക്കണ്ട ദിവ്യ, നിനക്കും നിന്റെ കുഞ്ഞിനും ഒരാപത്തും വരാതെ നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയാ. നിനക്ക് ഞാൻ വാക്ക് തരും, നിങ്ങൾ രണ്ടാളും എന്നും സുരക്ഷിതരായിരിക്കും. രാധമേ, രാധമേ. രമ്യോ, എന്താ മോളെ? രാധമേ, എനിക്ക് രാധമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? എന്താ നിന്റെ കയ്യില്? അത് ഞാൻ പിന്നെ പറയാം. ആദ്യം ഞാൻ പറയുന്ന രാധമ്മ ഒന്ന് കേൾക്കണം. നിനക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാൻ അനുവാദത്തിന്റെ ആവശ്യമുണ്ടോ? അതല്ല, രാധമ്മ എന്നോട് ക്ഷമിക്കണം. അന്നെന്റെ അമ്മാവും വന്ന് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ എനിക്ക് പെട്ടെന്ന് വന്ന ദേഷ്യത്തിന്റെ പുറത്താ ഐഷുവിന്റെ ചികിത്സയ്ക്ക് തന്ന 10 ലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചത്. അതിനെന്താ മോളെ, അതിപ്പോ എന്നായാലും ഞങ്ങള് തരേണ്ട പണമല്ലേ. മോള് അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ. രാധമ്മേ, സോറി. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഐഷുവിനെ ഞാൻ കുഞ്ഞിലെ മുതൽ കാണുന്നതല്ലേ. അവള് എനിക്ക് എന്റെ അനിയത്തെ പോലെയല്ലേ. കാശിന് ആവശ്യമുണ്ടായിട്ടോ നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിട്ടോ ചോദിച്ചതാണെന്ന് തോന്നുന്നുണ്ടോ? അത് സാരയില്ല മോളെ. എന്തായാലും അതുണ്ടാക്കാനുള്ള വഴി ഞങ്ങൾ നോക്കുന്നുണ്ട്. മോള് അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഋതികയോടുള്ള ദേഷ്യത്തിലാ അങ്ങനെയൊക്കെ സംസാരിച്ചതും ഈടായിട്ട് സ്വർണം വാങ്ങിക്കൊണ്ടു പോയതും. അവളെന്നോട് ചെയ്തത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ. രാജുവിനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചതാണെന്ന് രാധമ്മയ്ക്ക് അറിയാലോ. രാധമ്മ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇത് 10 ലക്ഷം രൂപയുണ്ട്. ഇത് രാധമ്മ എടുത്തിട്ട് എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചാണെന്ന് പറഞ്ഞ് എന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് ഋതികയുടെ സ്വർണവും അവളുടെ അച്ഛന്റെ ഫോട്ടോയും തിരിച്ചെടുത്തോളൂ. രമ്യമോളുടെ നല്ല മനസ്സിന് നന്ദി. മോള് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം രാജുവിനോടുള്ള മോളുടെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം നടത്തി തരണോന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ രാജു അവന്റെ ജീവിതത്തിലേക്ക് തെരഞ്ഞെടുത്തത് ഋതിക മോളെയാ. ഇനി ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാമല്ലോ. ഈ പണം വാങ്ങുന്നതില് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
മോള് പൊയ്ക്കോ. പ്രിയ ചേച്ചി എങ്കിലും ഒന്ന് പറ. അമ്മ പറഞ്ഞ എന്നെ എനിക്കും പറയാനുള്ളൂ. രാധമ്മേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. മോളെ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെയൊന്നും കാണാൻ തുടങ്ങിയതല്ലോ. എന്റെ മക്കളുടെ പോലെ തന്നെ നിന്റെ ഓരോ ചലനത്തിൽ നിന്നും നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് രാധമ്മയ്ക്ക് മനസ്സിലാവും. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഋതികമോൾ രാജുവിന്റെ കൈപിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത്. സത്യം പറഞ്ഞ അപ്പം ഞാൻ നിന്റെ കാര്യോർത്ത് ഒരുപാട് വിഷമിച്ചിരുന്നു. പക്ഷേ ഋതികമോളെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. നിനക്ക് വിഷമമൊന്നും തോന്നരുത് മോളെ. അത് മാത്രല്ല, രാജുവിനോട് ഇപ്പോഴും നിന്റെ മനസ്സിൽ മോഹമുണ്ടെങ്കിൽ നീ അത് പാടെ മറന്നു കളയണം. രമ്യ ഇനി പൊന്നുകൊണ്ട് തുലാഭാരം നടത്തിയാലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഋതികമോളുടെ സ്ഥാനത്തിന് ഒരു മാറ്റം സംഭവിക്കില്ല. മനസ്സിലായി രാധമ്മേ, ഞാൻ ചെയ്തത് തെറ്റായെന്ന് ഓർത്ത ഈ കാശ് രാധമ്മയ്ക്ക് തരാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങളെല്ലാവരും ഋതിയെ സ്നേഹിക്കുകയോ പൂവിട്ട് പൂജിക്കുകയോ ചെയ്തോ? ഭൂമി ഉരുണ്ടതല്ലേ രാധമ്മേ? ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. കുറച്ചു നാൾക്ക് മുൻപ് വരെ രമ്യ ഈ കുടുംബത്തിന് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ രമ്യ തിരിച്ചു കിട്ടിയിരുന്നെങ്കിലും ഓർത്ത് നിങ്ങളെല്ലാവരും കൊതിക്കുന്ന ഒരു ദിവസം വരും. തൽക്കാലം ഈ കാശ് ഞാൻ കൊണ്ടുപോവുക. ഒരാവശ്യം വന്ന രമ്യയെ വിളിക്കുന്നതില് മടിയൊന്നും കാണിക്കണ്ട. ശരാ, നീ ഇരിക്ക്. എന്താ ഏട്ടാ? ഇലക്ഷൻ ഇനി അധിക ദിവസങ്ങളില്ല. നിന്റെ അഭിപ്രായത്തില് എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട്? റിസൾട്ടിന്റെ കാര്യത്തിൽ എന്തിനേട്ടാ ഇങ്ങനെ കൂടുതൽ ആലോചിക്കുന്നേ? ചേട്ടൻ ജയിക്കുമെന്ന് ഉറപ്പല്ലേ? ഇതുവരെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ചേട്ടൻ ഇത്തവണ ജയിക്കും. ശരിക്കും ഏട്ടൻ തന്നെയാവും അടുത്ത മുഖ്യമന്ത്രിയെന്ന് എല്ലാരും പറയുന്നുണ്ട്. മറ്റു മിനിസ്റ്റർമാരുടെ ഇടയിലും നാട്ടിലുമൊക്കെ ആ ഒരു ടോക്കുണ്ട്. ഏയ്, ഒരിക്കലുമില്ല. സുകുമാരൻ സാറായിരിക്കണം ഇത്തവണ മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾ എല്ലാവരും എടുത്തിരിക്കുന്ന തീരുമാനം. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അല്ല, ഞാൻ പൊതുവെയുള്ളൊരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, രാജു ഋതിക എത്തിയില്ലേ? ഇല്ല, അവരെത്തിയിട്ടില്ല. അന്ന് റിസപ്ഷൻ ദിവസം അവൻ എന്താ പറ്റി നീ തിരക്കിയോ? അത് ഞാൻ തിരക്കി കേട്ടാ. രാജുവിന് അങ്ങനെ മദ്യപിക്കുന്ന ശീലമേ ഇല്ല. അതെന്തോ അബദ്ധത്തിൽ സംഭവിച്ചാണെന്നാ എനിക്ക് തോന്നുന്നത്. ഏയ്, അബദ്ധമൊന്നും ആവാൻ വഴിയില്ല. ഈ വീട്ടിൽ മദ്യം കൊണ്ടുവന്ന് വെക്കാനും മദ്യപിച്ച് കയറി വരാനും ധൈര്യമുള്ള ഒരുത്തനല്ലേ ഉള്ളൂ. തോളൊപ്പം വളർന്നൊന്നും നോക്കണ്ട. അവന്റെ മുറിയിൽ കുപ്പിവല്ലോ ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് പൊട്ടിച്ചളഞ്ഞേക്ക്. എതിർത്ത് സംസാരിച്ച 2 പൊട്ടീരും വെച്ചു കൊടുത്തേക്ക്. ശരി ഏട്ടാ. രാജുവിന്റെയും ഋതിയുടെയും കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. പലർക്കും അവരോട് വിരോധമുണ്ട്. നിന്റെ ഒരു കണ്ണെപ്പോഴും അവർക്ക് നേരെ ഉണ്ടാവണം. ഉണ്ടാവും ചേട്ടാ. അവർക്കവിടെ രാജുവിന്റെ വീട്ടിലെ ക്യാഷിന്റെ പ്രശ്നത്തിൽ അവരെ സഹായിക്കാനാവുന്നില്ലോ എന്നോർത്ത് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? സഹായമൊന്നും വേണ്ടെന്നല്ലേ അവള് പറയുന്നത്. അച്ഛന്റെ മോളല്ലേ, അവളും മനസ്സിലെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. അച്ഛനെ പോലെ തന്നെ വാശിക്ക് അവൾക്കൊരു കുറവില്ലെന്ന് ചേട്ടന് മനസ്സിലായില്ലേ? അവളെ വിവാഹം കഴിപ്പിച്ച് എവിടേക്കെങ്കിലും പറഞ്ഞേക്കാൻ എനിക്ക് ധൃതിയായിരുന്നു. ഇപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് അവള് പോയതിനു ശേഷം പലതും എനിക്ക് മനസ്സിലാവുന്നത്. എന്താ ഏട്ടാ? ഏയ്,
ഒന്നുമില്ലടാ, എന്റെ ചിന്താരീതികൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. രാജുവിനെ മദ്യപിച്ചു കണ്ടപ്പോ അവൻ മദ്യപിച്ച് ആരോഗ്യം പാഴാക്കുകയാണല്ലോ എന്നല്ല, എന്റെ മകളുടെ ഭാവി എന്തായിരിക്കുന്ന ഞാൻ ആലോചിച്ചതും എനിക്ക് ദേഷ്യം വന്നതും. ചേട്ടൻ ഋതികമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാ. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. നീ ഇനി ഇതാരോടും പറയാനും നിൽക്കണ്ട. ശരിയേട്ടാ. ഈശ്വര, അല്ലടാ, നീ വിചാരിച്ചാൽ അത്രയും ക്യാഷൊന്നും ഒറ്റയടിക്ക് റോൾ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ടല്ല. രമ്യയുടെ അമ്മയ്ക്ക് കൊടുക്കാനുള്ളതില് കുറച്ചെങ്കിലും കൊടുത്ത് ഋതിക മാഡത്തിന്റെ ഗോൾഡ് തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ അത് നാണക്കേടല്ലേ? കണ്ടോ രാധമേ, കുറെ ദിവസമായിട്ട് രാജു ആ ക്യാഷ് ഉണ്ടാക്കാനുള്ള ശ്രമത്തില്. ഒന്ന് സമാധാനപ്പെട്, സമയമാകുമ്പോ ക്യാഷ് കയ്യിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് രാജുവിനത് മനസ്സിലാവുന്നില്ല. സമയാവുമ്പോ കാശ് കയ്യിലേക്ക് വരുമെന്നോ? അങ്ങനെയൊക്കെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള വീട്ടിലല്ലേ സംഭവിക്കൂ. ഈ വീട്ടില് വരവിനേക്കാൾ കൂടുതൽ ചെലവുകളും ലാഭത്തിനേക്കാൾ കൂടുതൽ നഷ്ടങ്ങളുമാ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. മോളുടെ സ്വർണത്തിന്റെ കാര്യം തന്നെ അതിനുദാഹരണ. മോൾ ഈ വീട്ടിലേക്ക് വന്നു, സ്വർണം രുക്മിണിയമ്മയുടെ വീട്ടിലേക്ക് പോയി. രാധമ്മ എന്തീ പറയുന്നത്? അങ്ങനെയൊന്നും ഇല്ലെന്ന്. നമ്മൾ മനസ്സ് വെച്ചാ നമുക്ക് കാശുണ്ടാക്കാനും സമ്പാദിക്കാനും ഒക്കെ പറ്റും. ഋതിക മാഡം പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ലത്. ജനിച്ചപ്പോ മുതല് എല്ലാ സൗകര്യങ്ങളും ചുറ്റിനും കണ്ട് വളർന്നതുകൊണ്ട് ഋതിക മാഡത്തിന് അങ്ങനെ തോന്നുന്നത്. സമ്പാദിക്കുന്നതേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊക്കെ ശ്രമിച്ചു നോക്കിയാലല്ലേ രാജു അറിയാൻ പറ്റൂ. നമ്മുടെയൊക്കെ ആവശ്യങ്ങളും സ്വപ്നങ്ങളും ചെറുതാണെങ്കില് അതിനനുസരിച്ച് ജീവിക്കാനേ നമ്മൾ എല്ലാവരും ശ്രമിക്കൂ. വലിയൊരു ആവശ്യം വരട്ടെ, വലിയൊരു സ്വപ്നം ഉണ്ടാവട്ടെ, അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്ക് തീർച്ചയായും അതിന്റെ ഫലം ജീവിതം മുഴുവനും ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ പറയാൻ എളുപ്പാ മാഡം, പ്രാവർത്തികമാകാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടാതൊന്നും സാധിക്കില്ല രാജു. എങ്ങനെയെങ്കിലും എത്രയും വേഗം രുക്മിണിയമ്മയുടെ കയ്യിൽ നിന്ന് മോളുടെ സ്വർണം നമുക്ക് തിരികെ വാങ്ങണം. എങ്കിലേ എനിക്കെന്റെ ശ്വാസം നേരെ വീഴുള്ളൂ. രാധമ്മ സമാധാനായിട്ടിരിക്കേ. ഓർണമെന്റ്സ് ഞാൻ രുക്മിണി ആന്റിയുടെ കയ്യിൽ നിന്നും തിരിച്ചു മേടിച്ചിരിക്കും. ആ ഓർണമെന്റ്സിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട എന്റെ അച്ഛന്റെ ഫോട്ടോ രമ്യയുടെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങണം. പറയാൻ മാത്രമല്ല, പ്രവർത്തിച്ച് കാണിക്കാനും അറിയാന്ന് ഇവിടെ ചിലരെയൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എനിക്ക്. ശരി, നിങ്ങൾ കിടന്ന് ഉറങ്ങും മക്കളെ. ഒന്നുമില്ല രാജു, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാത്തതേ ചിലപ്പോ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റിന്റെ ശാപം നമ്മളെ പിന്തുടരുന്നതുകൊണ്ടായിരിക്കും. എനിക്ക് പറ്റിയ തെറ്റ് അതെനിക്ക് തിരുത്തണം. എന്ത് തെറ്റ്? പറയാം രാജു. ശേഖര, എന്താ ഏട്ടാ? ഈ ഭാഗത്തൊന്നും എന്റെ ഫ്ലെക്സ് ബോർഡുകളോ പോസ്റ്ററുകളോ ഒന്നും കൂടുതലായി കാണുന്നില്ലല്ലോ. ചേട്ടാ, അത് ഈ പ്രദേശങ്ങളിലൊക്കെ പഴയ കാലത്തെ പോലെ ചുമരെഴുത്തും വളരെ കുറച്ച് പോസ്റ്ററുകളാ രാജു പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഓരോ പ്രദേശത്തും വർഷാവർഷം കുറച്ചു കൊണ്ടുവരാനുള്ള എന്തോ ഒരു ഐഡിയയാണ്. നമ്മൾ ചെയ്യുന്നത് കണ്ട് എതിർ സ്ഥാനാർത്ഥികളും അത് തന്നെ ഫോളോ ചെയ്യുന്നത്. കൊള്ളാം, നല്ല ചിന്ത. ഡ്രൈവർ, വണ്ടി നിർത്ത്. എന്താ ശേര? ചേട്ടാ, അത് നമ്മുടെ ദിവ്യയല്ലേ?
നീ ഒന്ന് ഇറങ്ങി നോക്കിയേ. ശരി ഏട്ടാ. അല്ല, ഓൺ ദ വേയാ. ലേറ്റ് ആവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ശരി, ഓക്കെ. ഇല്ല ദിവ്യേ, എല്ലാ അവധിയും കഴിഞ്ഞു. ഇനി ആരെ കൊണ്ട് പറയിച്ചാലും ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് എന്റെ കാശ് കിട്ടണം. എന്താ എന്താ ഇവിടെ പ്രശ്നം? അയ്യോ വർമ്മ സാറേ. എന്താ ദിവ്യേ? എന്തിനാ ദിവ്യ കരയുന്നേ? തന്റെ പേര് നാരായണനല്ലേ? അതെ സാറേ. വർമ്മ സാറിനോട് ഞാൻ ഒരുപാട് തവണ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചേലത്തൂർ സ്കൂളിനടുത്താ ഞാൻ താമസിക്കുന്നേ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നിങ്ങൾ ഈ പെൺകുട്ടിയെ റോഡിൽ നിർത്തി ഇങ്ങനെ കരയിക്കുന്നെന്തിനാ? അതാദ്യം പറയേ. അതും ഈ ഒരു അവസ്ഥയില്. വർമ്മ സാറേ, ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാ എന്റെ വീട്ടില്. ഭാര്യയ്ക്കും കുഞ്ഞിനും സുഖമില്ല. ആശുപത്രി പോകാൻ ഒരു ചില്ലി കാശ് പോലും ഇല്ല. വർമ്മ സാറിന്റെ വീട്ടിലാണ് ജോലി. കൃത്യമായി എല്ലാ മാസവും കാശ് തന്ന് തീർത്തോളാന്ന് പറഞ്ഞ് വീട് പണിക്ക് ഞാൻ വെച്ചിരുന്ന 80,000 രൂപ വാങ്ങിച്ചോണ്ട് പോയതാ ഈ കുട്ടിയുടെ അമ്മ. എന്നിട്ടിപ്പോ ആരുടേതാണെന്ന് പോലും അറിയാത്ത ഒരു കുഞ്ഞിനെയും ചോന്നുകൊണ്ട് വന്നിരിക്കുകയാണിപ്പോ. ചോദിച്ചാ തരാൻ ജില്ലി കാശില്ലെന്നാ പറയുന്നേ. ഞാൻ എന്ത് ചെയ്യാനാ സാറേ? സാറ് തന്നെ പറയും. വർമ്മ സാറെ, വീട്ടിലൊരു ആവശ്യം വന്നപ്പോ എനിക്ക് ജോലി ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് അമ്മ വാങ്ങിയതാ. കാല് മേലാത്തോണ്ട് അമ്മയ്ക്കിപ്പോ പണിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയില. സത്യമായിട്ടും ഞങ്ങളുടെ കയ്യില് കാശൊന്നുമില്ല. ഒരു പറ്റ് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. എന്തായി പറയുന്നേ? ദിവ്യക്ക് വീടിനടുത്ത് എവിടെ ജോലി ശരിയായെന്ന് യാമിനിയോട് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് പോയത്? അച്ഛൻ ആരാന്നറിയാത്ത ഈ കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുന്ന എനിക്ക് ആര് ജോലി തരാനാ വർമ്മ സാറെ? കൊച്ചിന്റെ അച്ഛൻ വർമ്മ സാറിന്റെ അനിയനാണോ എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും സംശയമുണ്ട്. വിവരലത്തമാർ പറയുന്നത് ഏറ്റുപിടിക്കാൻ നിൽക്കരുത്. മനസ്സിലായോടാ? മനസ്സിലായി. ശേഖരാ, സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊരു പാവമാ. ഗതികേട് കൊണ്ടാ. അല്ലെങ്കിൽ എന്റെ മോളുടെ പ്രായമുള്ള ഒരു കൊച്ചിനെ വഴിയിൽ പിടിച്ചു നിർത്തി ഞാനിങ്ങനെ ചോദിക്കൂ? താമസിച്ചുകൊണ്ടിരുന്ന വാടക വീട്ടിൽ നിന്ന് ഇവരെ ഇറക്കി വിട്ട ശേഷം ഞാൻ ഇപ്പോഴാ കാണുന്ന. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഗതികേട് കൊണ്ടാ. ദിവ്യേ മതി, എണീക്ക്. ശേഖര, ഇയാളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വേണ്ടത് ചെയ്യണം. ശരിയേട്ടാ. പേടിക്കണ്ട, എനിക്ക് പിണക്കൊന്നുമില്ല. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ മാറുന്നതിന് മുമ്പ് ദിവ്യക്ക് എന്നെ ഒന്നൊന്ന് കാണാമായിരുന്നു. വിഷമങ്ങൾ പറയാമായിരുന്നു. എന്തായാലും നീ വാ, കാറി വാ. വർമ്മ സാറെ, ഞാൻ ആദ്യം നീ ഇപ്പൊ താമസിക്കുന്നിടത്തിന്ന് വേണ്ട സാധനങ്ങൾ എടുത്ത് അവിടെ നേരെ എന്റെ വീട്ടിലേക്ക്. മനസ്സിലായോ? മനസ്സിലായി സാറേ. എങ്കി വാ. നോക്കി നടക്ക്. കേറിക്കോ. ചേട്ടാ. ആ രാജു, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
ചേട്ടൻ കലക്കി. ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേട്ടാ. രാജു ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ ഇത്രയും ഓർത്തില്ല. നാരായണൻ ചേട്ടന്റെ നാടകമൊന്നും ലതിക മേഡം കണ്ടിട്ടില്ലല്ലോ, അതാ. അതൊക്കെ പഴയ കാലമല്ലേ രാജു. അന്ന് ഉത്സവ പറമ്പുകളിൽ നാടകമെന്ന് വെച്ചാ ഒരു വികാരമായിരുന്നില്ലേ? തട്ടയിൽ കയറി എത്ര നാടകം കളിച്ച ആളാ ഞാൻ. എത്ര കഥാപാത്രങ്ങൾ. ഇന്നത്തെ സിനിമാ താരങ്ങൾക്ക് കിട്ടുന്ന സ്വീകരണവും ആവേശവും ഒക്കെ ഞങ്ങൾക്കും കിട്ടുമായിരുന്നു. ഇപ്പോ കാലം മാറിയില്ലേ? നാടകമൊന്നും ആർക്കും താല്പര്യമില്ലാതായി. ഏയ്, ഒരിക്കലുമില്ല. ഏത് കാലത്താണെങ്കിലും നാടകങ്ങൾക്ക് അതിന്റേതായ പാരമ്പര്യവും പ്രൗഢിയും ഉണ്ട്. കാലത്തിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ഇന്നും നാടകങ്ങൾ കാണാനും ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ വലിയ സന്തോഷമാകട്ടോ. രാജു, പൈസ. ആ, നാരായണൻ ചേട്ടാ, ദാ ഇതിരിക്കട്ടെ. അയ്യോ രാജു, ഇതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതൊന്ന് പിടിച്ചേ. അയ്യോ വേണ്ട രാജു. എന്താ ചേട്ടാ ഇത്? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? രാജു എന്നോട് ഒരു സഹായം ചെയ്യണം, ഒരു ചെറിയ അഭിനയം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ കാര്യം എന്താണെന്ന് അറിയാതെ ഞാൻ കുറച്ച് പണം ആവശ്യപ്പെട്ടു. അത് ശരിയാ. പക്ഷേ നിങ്ങൾ രണ്ടാളും ആ പാവം പെൺകുട്ടിയെ സഹായിക്കാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് അറിഞ്ഞപ്പോ ഞാൻ ചെയ്യുന്നതിന് പകരമായി പണം വാങ്ങാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. എനിക്ക് പണം വേണ്ട രാജു. എന്താ നാരായണൻ ചേട്ടാ ഇത്? ചേട്ടൻ ഇത് വാങ്ങണം. എന്നാലേ ഞങ്ങൾക്കൊരു തൃപ്തി ഉണ്ടാവൂ.